നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു ജൂൺ മാസം മുതൽ റാലികളുടെ ഒരു ഉത്സവം തന്നെ നടത്തുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ റാലി പൂനെയിലായിരുന്നു, മഹാരാഷ്ട്രയിൽ പൂനെയിലായിരുന്നു. ഛാത്രോം കി ഗൂഞ്ച്, വിദ്യാർത്ഥികളുടെ അലയൊലികൾ അല്ലെങ്കിൽ മാറ്റൊലി. ഗൂഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റൊലി, അലയൊലി എന്നാണ്, എക്കോ എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിലാണ് മനുസ്മൃതിയെയൊക്കെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതും വിവാദമായതും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു റാലികളുണ്ടല്ലോ, റാലികളുടെ കൃത്യമായിട്ടുള്ളൊരു കാലഘടന പറഞ്ഞു കഴിഞ്ഞാൽ, കാലക്രമം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഓരോ റാലികളിലും പല കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. കൃത്യമായിട്ടുള്ള കാലഘട്ടം ജൂൺ 17 മുതൽ ഓഗസ്റ്റ് 22 വരെ ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഡെറാഡൂൺ, രാജസ്ഥാനിലെ കോട്ട, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്, അവസാനം പൂനെ, ഈ 4 ഇടങ്ങളിൽ റാലികൾ നടത്തിയിട്ടുണ്ട് ജൂൺ 17 മുതൽ ഓഗസ്റ്റ് 22 വരെ. ഈ റാലികളിലും സമ്മേളനങ്ങളിലും എല്ലാം രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞ പല നുണകൾ, പല തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള എന്ന രീതിയിലുള്ള വിവരങ്ങൾ, ഇവയെല്ലാം കൃത്യമായി എണ്ണം പറഞ്ഞാൽ 40 നുണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇവയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ജെൻസിയുടെ ഒരു പ്രതിനിധി ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് ഝൂട്ട് കി ഗൂഞ്ച്, നുണയുടെ മാറ്റൊലി. അതായത് രാഹുൽ ഗാന്ധി ഒരു നുണയനെന്ന് പരസ്യമായി തന്നെ വിളിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ ഈ 40 പ്രസ്താവനകളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. അതിൽ 29 എണ്ണം ശുദ്ധ നുണയാണ്. 40 പ്രസ്താവനകളിലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അവകാശവാദങ്ങളിലോ 29 എണ്ണം ശുദ്ധ നുണയാണ്. 11 എണ്ണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനകളാണ് എന്ന് ഈ വെബ്സൈറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നു. അതിൽ രാഹുൽ ഗാന്ധി പ്രയാഗ്രാജിൽ പറഞ്ഞ 150 പേർക്ക് മാത്രമേ, അതായത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അതിൽ 150 പേർക്ക് മാത്രമേ സർക്കാർ ജോലി ലഭിക്കാറുള്ളൂ. ഇത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് എന്ന് ആ വെബ്സൈറ്റ് കൃത്യമായിട്ട് തന്നെ സ്ഥാപിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം, പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കുക. കാരണം കൃത്യമായിട്ട് 40 നുണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ പൊളിച്ചടുക്കുന്നു എന്ന് തന്നെ പറയാം. അത്ര വിശദമായിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി തയ്യാറാക്കിയൊരു വെബ്സൈറ്റാണത്. വളരെ ഒരു എന്താ പറയുക, അത്യന്തം ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയാണ് ആ വെബ്സൈറ്റിന് പിന്നിൽ നടന്നിരിക്കുന്നതെന്നുള്ളത് വസ്തുതയാണ്. കാരണം കൃത്യമായിട്ടുള്ള കണക്കുകളാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എക്സലൻ്റ് എന്ന് തന്നെ പറയേണ്ട രീതിയിലുള്ളൊരു വെബ്സൈറ്റാണ്. മറ്റൊരു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, 99% ലൈംഗികാതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത്. അവിടെയും ഈ ഒരു പ്രസ്താവനയും കൃത്യമായി തന്നെ ഖണ്ഡിക്കുന്നുണ്ട് ആ വെബ്സൈറ്റ്. അപ്പോൾ കൃത്യമായിട്ട് പഴയ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്താവന മാത്രമാണ്, ഔട്ട്ഡേറ്റഡ് പ്രസ്താവനയാണ്, കാലഹരണപ്പെട്ടൊരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നതെന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചെടുക്കുന്നുണ്ട് വെബ്സൈറ്റ്. ഞാനിതൊരു 2 ഉദാഹരണങ്ങൾ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഒന്ന് എന്താണ് ആ വെബ്സൈറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ആ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നതെന്ന് പറയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ 40 പ്രസ്താവനകളും കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കി അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിക്കും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഗവേഷണം ഉണ്ട് ആ വെബ്സൈറ്റിന് പിന്നിലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ആ വെബ്സൈറ്റ് ഒന്ന് പ്രേക്ഷകർ കാണുക. ഞാൻ വീണ്ടും പറയുന്നു, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തന്നെയുമല്ല, ഓരോ പ്രസ്താവനകളെയും വെബ്സൈറ്റ് പൊളിച്ചെടുക്കുന്ന രീതി വെച്ച് നമുക്ക് കൂടുതൽ വിശകലനങ്ങൾ പ്രത്യേകം വീഡിയോകളായിട്ട് ചെയ്യുവാനും സാധിക്കും. കാരണം ഓരോ വസ്തുതകളും കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ 99% ലൈംഗികാതിക്രമങ്ങളും, ഭാരതത്തിൽ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങൾ പോലീസ് കേസ് ആകാതെ പോകുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടോ എന്നുള്ള പ്രസ്താവന വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണത്.
അത് വസ്തുതാപരമല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടണം. അല്ല, ഇനി വസ്തുതയാണെങ്കിൽ അതും പരിശോധിക്കപ്പെടണം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകളും വിശകലനങ്ങളും ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വിശദമായിട്ട് 40 നുണകൾ തന്നെ പറയാം. നുണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനകൾ രാഹുൽ ഗാന്ധി നടത്തിയതിനെ പൊളിച്ചെടുക്കുന്നത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ വെബ്സൈറ്റിൽ നിങ്ങൾ തീർച്ചയായും കയറണം, വെബ്സൈറ്റ് സന്ദർശിക്കണം, ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രതികരണവും പുറത്തുവിട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി പിന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിജ്ഞാനം, ഇതുവരെ ആർജിച്ച വിജ്ഞാനമെല്ലാം വിളമ്പിക്കഴിഞ്ഞു, ഇനി പട്ടായയിലോ മറ്റോ പോയി കൂടുതൽ വിജ്ഞാനം ആർജിച്ച് വരാമെന്നുള്ള രീതിയിൽ മുങ്ങുകയാണല്ലോ പതിവ്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഈ വെബ്സൈറ്റിനെ കുറിച്ച് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അടിസ്ഥാനപരമായിട്ട് ഇതാണ് പറയുന്നത്, ഈ ഉടുത്തെ തീർക്കോലേന എന്ന് പറയും ഹിന്ദിയിൽ. അതായത് ആകാശത്തൂടി പോകുന്ന അമ്പിൻ്റെ മുന്നിൽ ചെന്ന് പറന്ന് ചെന്ന് പിന്നാമ്പുറം തിരിഞ്ഞ് നിന്ന് കൊടുക്കുക എന്ന് ഉള്ളതിൻ്റെ ഒരു അർത്ഥമാണ് ഉടുത്തെ തീർക്കോലേന. അപ്പിനെ ഒരു പ്രത്യേക ശരീരഭാഗത്തിൻ്റെ ഭാഗം പറഞ്ഞാണ് അത് കൂടുതൽ വികസിപ്പിക്കുന്നത് ആ പഴഞ്ചൊല്ല്. അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ നാൾ മുതൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന വനിതാ സംവരണം അല്ലെങ്കിൽ വനിതാ ശാക്തീകരണം, മഹിളാ ശാക്തീകരണം എന്നുള്ള ഒരു ആശയം അദ്ദേഹം പൂനെയിൽ ഈ ഛാത്രോം കി ഗൂഞ്ചിൽ മുന്നോട്ട് വെച്ചിരുന്നു. ആലോചിച്ച് നോക്കൂ, ഇതേ ആശയം തന്നെയാണ് അർണബ് ഗോസ്വാമിയുമായിട്ടുള്ള ഒരു ദുരന്തം ഇൻ്റർവ്യൂ, ഒരു അഭിമുഖമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയ, അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് രാഹുൽ ഗാന്ധിയെ ഒരു തരത്തിൽ പപ്പു എന്ന പേര് അദ്ദേഹത്തിന് വീണത് തന്നെ ആ ഒരു അഭിമുഖത്തിന് ശേഷമായിരിക്കും. ആ അഭിമുഖത്തിൽ സ്ത്രീ ശാക്തീകരണം തന്നെയായിരുന്നു, മഹിളാ ശാക്തീകരണം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി വിഷയമായി തിരഞ്ഞെടുത്തത്. അവിടെ നിന്ന് 1 ഇഞ്ച് പോലും താൻ മുന്നോട്ട് പോയിട്ടില്ല. താൻ ഇപ്പോഴും പപ്പു ആണ് എന്ന് തെളിയിക്കുകയാണോ രാഹുൽ ഗാന്ധി, വീണ്ടും തെളിയിക്കുകയാണോ രാഹുൽ ഗാന്ധി എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ പറഞ്ഞ 4 റാലികളിലും റാലികളായാലും സമ്മേളനങ്ങളായാലും ജൂൺ 17 മുതൽ ഓഗസ്റ്റ് 22 വരെ ഡെറാഡൂൺ, കോട്ട, പ്രയാഗ്രാജ്, പൂനെ, ഈ 4 സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ സമ്മേളനങ്ങൾ, ജാഥകൾ, റാലികൾ ഇവയെല്ലാം തെളിയിക്കുന്നത്, അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വേദികളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ തെളിയിക്കുന്നത്. ഈ മനുസ്മൃതിയെല്ലാം ഒരു നിമിഷത്തേക്ക് മാറ്റിവെക്കൂ. സ്ത്രീ ശാക്തീകരണം തന്നെ ഒന്ന് പുനഃപരിശോധിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ആശയം മനുസ്മൃതിയാണ് ഇതിനെല്ലാം കാരണമെന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ വേദിയിൽ അട്ടഹസിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏതാണ്ട് ചാക്കുകെട്ടിലോ ഒരു കൂടാരത്തിലോ പൊതിഞ്ഞതുപോലൊരു രൂപം നിൽക്കെ തന്നെയുമല്ല, മനുസ്മൃതിയും മറ്റ് മതഗ്രന്ഥങ്ങളും തമ്മിലുള്ളൊരു താരതമ്യത്തിന് പോലും അത് വഴിവെച്ചിരിക്കുന്നു. ഇന്ന് വളരെ വിശദമായി തന്നെ തത്വമൈ ന്യൂസ് അത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു ചർച്ചയായി തന്നെ. കാരണം ഒരാവശ്യവുമില്ലാത്തൊരു വാതിലാണ് രാഹുൽ ഗാന്ധി തുറന്നിട്ടത്. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നത് ചിന്തിച്ചു നോക്കൂ. മനുസ്മൃതിയും ഖുറാനെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ ഇസ്ലാമിസ്റ്റുകൾ അസ്വസ്ഥരാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്, 100% അതിന് ഗ്യാരണ്ടി ഉണ്ട്. അത്തരത്തിലുള്ളൊരു വിഷയം തന്നെയാണ് ഇന്ന് തത്വമൈ ന്യൂസ് വൈകാതെ കയ്യിലെടുക്കുന്ന, പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ആ ഒരു ചർച്ചയും പ്രേക്ഷകർ തീർച്ചയായും കണ്ടിരിക്കണം. ഇന്ന് തന്നെ അത് പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമൈ ന്യൂസ് എത്തിക്കുന്നതാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. രാഹുൽ ഗാന്ധിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, ഈ മഹിളാ ശാക്തീകരണം, വനിതാ ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ വാദത്തിൽ, ഒരൊറ്റ കോൺഗ്രസിൻ്റെ ഒരു നിലപാടിൽ അതെല്ലാം പൊളിഞ്ഞു വീഴുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഒന്നുകിൽ അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ബോധയുടെയല്ല, അദ്ദേഹത്തിന് അത് പ്രശ്നമേ അല്ല. കാരണം വനിതാ സംവരണ ബില്ലിനെ കോൺഗ്രസ് പരസ്യമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും. ആ അവസരത്തിലാണ് ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ത്രീ ശാക്തീകരണം എന്ന ആശയവുമായി മുന്നോട്ടിറങ്ങുന്നത്. സ്ത്രീ ശാക്തീകരണം നടക്കാത്തതിന് കാരണം മനുസ്മൃതിയാണ്. വനിതാ സംവരണ ബില്ല്, വനിതകളെ ശാക്തീകരിക്കുന്ന 50% റിസർവേഷൻ വനിതകൾക്കായി മാറ്റിവെക്കുന്ന ഒരു ബില്ലിനെ തടയുന്നത് നിങ്ങളാണ് എന്നുള്ള മറുപടികൾ തിരിച്ചു വരുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് മറുപടി പറയുവാൻ നിൽക്കാതെ പതിവ് പോലെ ഓടി ഒളിക്കും. കോൺഗ്രസ്സുകാർ അതിനെ അങ്ങനെയല്ല, ഡീലിമിറ്റേഷനും ചേർത്ത് വരുന്നത് കൊണ്ടാണ്. ഈ ഡീലിമിറ്റേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ 50% റിസർവേഷൻ എന്നുള്ള ഒരു ആശയത്തിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. കാരണം അതിനുള്ള മണ്ഡലങ്ങൾ വേണ്ടേ. എല്ലാ മണ്ഡലങ്ങളിലും വനിതകളെ മാത്രമാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള MP-മാരെ എല്ലാം ഒറ്റയടിക്ക് ഒഴിവാക്കുവാൻ ഏത് പാർട്ടി തയ്യാറാകും? അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ മനുസ്മൃതിയിലാണ് RSSും BJPയും
തങ്ങളുടെ പ്രവർത്തനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വനിതാ MP-മാരും വനിതാ മന്ത്രിമാരുമുള്ള ഒരു മന്ത്രിസഭയാണ് മോദിയുടേത്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിലായാലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യത്തിലായാലും ദില്ലി മുഖ്യമന്ത്രി മുതൽ എത്രത്തോളം വനിതാ MLA-മാർ, വനിതാ നേതാക്കൾ മുൻനിരയിലേക്ക് BJP-യിൽ ഉയർന്നു വരുന്നു, അതും ഒരു കുടുംബ പശ്ചാത്തലവും ഇല്ലാതെ. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധി കുടുംബത്തിലുള്ള സ്ത്രീകളല്ലാതെ മറ്റൊരു സ്ത്രീയും ഇന്നേ വരെ കോൺഗ്രസ് കാരണം ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിരീക്ഷണം. മറ്റേതെങ്കിലും വനിത ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കൊളംബിയയിലും മെക്സിക്കോയിലും സ്പെയിനിലുമുള്ള വനിതകളുടെ കാര്യമല്ല പറഞ്ഞത്, അവരുടെ ശാക്തീകരണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭാരതീയരായ ഏതെങ്കിലും വനിത കോൺഗ്രസ്സിൽ സരോജിനി നായിഡു മുതൽ ഇങ്ങോട്ടേക്കുള്ളവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഗാന്ധി കുടുംബത്തിനപ്പുറത്തേക്ക് ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഗാന്ധി കുടുംബം മാത്രം. പിന്നെ ഇറ്റലിയിലും സ്പെയിനിലും കൊളംബിയയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ജനിച്ച വനിതകളും. അത് ഗാന്ധി കുടുംബത്തിൻ്റെ ആവശ്യാർത്ഥങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യാർത്ഥങ്ങൾക്ക് ഗാന്ധി കുടുംബം വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇതിനപ്പുറത്തേക്ക് എന്ത് വനിതാ ശാക്തീകരണമാണ് കോൺഗ്രസ് ഇന്നോളം മുന്നോട്ട് വെച്ചിട്ടുള്ളത്? കാരണം കോൺഗ്രസ് എന്നുള്ളത് ഇന്നും ഗാന്ധി കുടുംബം എന്ന് പറയുമ്പോൾ വ്യാജ ഗാന്ധി കുടുംബം എന്ന് വേണം പ്രേക്ഷകർ വായിച്ചെടുക്കാൻ. ആ വ്യാജ ഗാന്ധി കുടുംബത്തിന് ചുറ്റുമായി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വനിതാ ശാക്തീകരണം എന്നുള്ളൊരാശയവുമായി വനിതാ ശാക്തീകരണം ഭാരതത്തിൽ സംഭവിക്കാത്തതിന് കാരണം മനുസ്മൃതിയാണെന്നുള്ള അപഹാസ്യപരമായിട്ടുള്ളൊരു പ്രസ്താവനയുമായി, വ്യാജ പ്രസ്താവനയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ടിറങ്ങുമ്പോൾ അതിനെ വിവരമില്ലായ്മ എന്ന് ആരെങ്കിലും വിളിച്ചാൽ അതിനെ കുറ്റം പറയുവാൻ സാധിക്കില്ല. പക്ഷേ ഞാനതിനെ വിവരമില്ലായ്മ എന്നല്ല വിളിക്കുന്നത്. വിഷലിപ്തമായിട്ടുള്ളൊരാശയപ്രചരണം എന്നുള്ളതാണ്, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരാശയപ്രചരണം എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഝൂട്ട് കി ഗൂഞ്ച് പോലുള്ള വെബ്സൈറ്റുകൾ പ്രസക്തമാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ 40 നുണകൾ വസ്തുതാപരമായി തന്നെ പൊളിച്ചടുക്കപ്പെടുന്ന ഈ വെബ്സൈറ്റിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിന് നിങ്ങൾക്ക് വ്യത്യസ്താഭിപ്രായമുണ്ടെങ്കിൽ വസ്തുതകളുടെ മേൽ ചർച്ചകൾ നടക്കട്ടെ, അല്ലാതെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നുള്ള രീതിയിൽ ഒരു വെടിയുതിർക്കുക, ഓടി രക്ഷപ്പെടുക എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഇത്തരം തെറ്റിദ്ധാരണാജനകമായതോ അല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെ നുണകളായതോ ആയിട്ടുള്ള പ്രസ്താവനകൾ അങ്ങനെ അങ്ങ് കടന്നു പോകുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ജെൻസിയുടെ കാലമാണെന്നാണല്ലോ ഇവരൊക്കെ നെഞ്ചും വിരിച്ചതെന്ന് അവകാശപ്പെടുന്നത്. ജെൻസികൾ തന്നെ ഇത് പൊളിച്ചെടുക്കട്ടെ. ജെൻസികൾ പൊളിച്ചെടുക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഝൂട്ട് കി ഗൂഞ്ച് എന്ന ഈ വെബ്സൈറ്റ്. ഈ വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചു, നിങ്ങളുടെ അറിവിലേക്കായി അവതരിപ്പിച്ചു. ഈ ഝൂട്ട് കി ഗൂഞ്ച് എന്നുള്ള വെബ്സൈറ്റ് പരമാവധി ആളുകൾ സന്ദർശിക്കുക. അതിലുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള യോജിപ്പോ വിയോജിപ്പോ നിങ്ങൾക്ക് രേഖപ്പെടുത്താമല്ലോ പല മാധ്യമങ്ങളിലൂടെ. അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഒരു ഫോൺ വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ആ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.